സ്പെഷ്യൽ ജ്യൂസ് ചാച്ച കുടിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? വീഡിയോ എന്നാ വീഡിയോ എന്നൊക്കെ അതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, അതെങ്ങനെ പഠിച്ചില്ലേ? ചാച്ച ജ്യൂസ് കുടിച്ചിട്ട് അതിനകത്ത് എന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. ആ പറ. ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ. ഹായ് ഗായ്സ്, നമ്മള് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ. സ്പെഷ്യൽ ജ്യൂസ്. എന്നാക്കിയായിരുന്നേ ആദ്യം തൊട്ട് ഒന്നുകൂടെ? ഇതെന്നാ അമ്മയുടെ പരിപാടി? ഞാനേ മക്കൾക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. വെയിലത്തൊക്കെ പോയി വന്നു. അപ്പൊ ഒരു ജ്യൂസ് ഉണ്ടാക്കുക. എന്തോ ജ്യൂസാ? ഒരു സ്പെഷ്യൽ ആണോ? എന്നാക്കിയ അതിനകത്ത്? അതിനകത്ത് ഇപ്പം അതിപ്പോ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനത് ഇട്ടു. എന്തോ ഇട്ട്? പഞ്ചസാര, നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. പിന്നെ അതിന്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ അതിന്റെ കൂട്ടത്തില് നെല്ലിക്ക. നെല്ലിക്ക ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു നെല്ലിക്കയുടെ പകുതി മതി, അത് കൂടെ വേണ്ട. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി. പിന്നെ അതിന്റെ കൂട്ടത്തില് പിന്നെ ഇഞ്ചി എന്ന് പറഞ്ഞപ്പോ ഒന്നുകൂടെ പറഞ്ഞ. ഇഞ്ചി സ്വർണ്ണപ്പല്ല് കാണുന്നല്ലോ. ഇഞ്ചി. പിന്നെ അതിന്റെ കൂട്ടത്തില് ഞാനൊരു മാങ്ങ, പുതിയ ഒരു സൂപ്പർ മാങ്ങ. പിന്നെ നമ്മുടെ കുക്കുംബർ, അതായത് ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു കുക്കുംബറിന്റെ വലിയ കുക്കുംബറാണ് അതിന്റെ പകുതി മതി. പിന്നെ സാലഡ് കുക്കുംബറിന്റെ പകുതി മതി. പിന്നെ ക്യാരറ്റും അതുപോലെ ഒരു വെളുത്ത ക്യാരറ്റ് ആണെങ്കിൽ അതിന്റെ പകുതി മതി. അത്ര മതി, അതായത് കോമ്പിനേഷൻ. എന്നിട്ട് ഇവനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടിച്ചെടുക്കുക. ആദ്യം തിളപ്പിച്ചാർച്ച് പൂജയെ വെച്ചിരിക്കുന്ന വെള്ളം. കാരണം അതാണല്ലോ നമുക്ക് സേഫ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഉറക്കെ പറഞ്ഞോ, മൈക്കില്ലാത്തോണ്ട്. എന്നിട്ട് അതങ്ങോട്ട് നമ്മളങ്ങോട്ട് അടിക്കുക, മെഷീൻ. എന്നിട്ട് അരിക്കുക. അല്ലല്ല, തീർന്നില്ല, ബാക്കി പിന്നെ കിടക്കുക. ഇതൊക്കെ പിടിച്ചിട്ട് മക്കളൊന്ന് പറയണം എങ്ങനെയാ അതിന്റെ ടേസ്റ്റ്, കാര്യങ്ങൾ അതെല്ലാം നമ്മൾ നോക്കാം. അത്രയും നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു നാരങ്ങ, അതായത് ഒരു ഗ്ലാസ് ജ്യൂസിന് ഒരു മുറി നാരങ്ങ. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ നമ്മള് 4 പേർക്ക് 2 നാരങ്ങ. അപ്പൊ ആദ്യത്തെ പോർഷൻ അടിച്ചങ്ങ് പോയത് കാരണം ഇനി ഒരു നാരങ്ങ മതി. പോരെ? അല്ലല്ല, ഇതിപ്പോ അതേക്കുള്ള പറ്റത്തില്ലല്ലോ, ഒരു ഗ്ലാസ് കൂടി ഇടാനൊക്കെ. ഓ, മുഴുവനായിട്ട് ഇടുവാണോ? ഞാൻ നാരങ്ങ പിഴിഞ്ഞല്ല. നാരങ്ങ പിഴിഞ്ഞല്ല കേട്ടോ. നാരങ്ങ പിഴിയല്ല, അങ്ങനെ കിട്ടാൻ മതി. ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം വെക്കാറില്ല. ഒരു കുപ്പി വെച്ചിട്ടുണ്ടോ? ഒരു കുപ്പി വെച്ചിട്ടുണ്ടോ? ഞങ്ങളിവിടെ മൺകലത്തിൽ തിളപ്പിച്ചാർച്ച വെള്ളം അങ്ങനെയാ കുടിക്കുന്നത്. പിന്നെ അതെല്ലാം അങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് നാരങ്ങ ഇടുമ്പോ 1-2 പ്രാവശ്യം ഒന്ന് കറക്കാം. ഒത്തിരിയായ കയ്പ് വരും. നാരങ്ങ കുലിയുടെ കയ്പ് പെട്ടെന്ന് കയറണം. മതി, മധുരം വേണ്ടല്ലോ. തീർന്നു. ഇനി അരിക്കുക, ഗ്ലാസ് ഒഴിക്കുക, കുടിക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നെ കയ്പോ
വരത്തില്ലേ? അങ്ങനെ ഒന്നും വരികയില്ല. ആണോ? ചിലപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാല് ആ. അത് ഇച്ചിരി കഴിയുമ്പോൾ ഒരു കയ്പ് വരത്തില്ല. വരും. അത് ഇതിന് വരത്തില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തണുപ്പിച്ച് കുടിക്കാനാണെങ്കിലും ടേസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഇച്ചിരി ഐസ് കട്ടയോ തണുപ്പൊക്കെ വേണ്ടവർക്ക് ഐസ് കട്ട ഇടുവോ തണുപ്പുകളോ വേണം. നല്ലതാ. ഖത്തറിൽ നോയമ്പ് തുറക്കുമ്പോ ഇങ്ങനത്തെ ജ്യൂസ് ഉണ്ടോ? അതെല്ലാം ഫ്രഷ് ജ്യൂസ് അല്ലേ? അല്ലല്ല, എല്ലാം നാരങ്ങ വെള്ളവും ഉണ്ട്. നാരങ്ങ വെള്ളവും അതായത് ആ നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞാൽ നാരങ്ങയും പിന്നെ പുതിനയിലയും കൂടെ അരച്ച് മിന്റ് ഉണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന. അതിനാ അപ്പം ഇച്ചിരി കൂടെ വെള്ളം നോക്കില്ല ഗ്ലാസ്സിൽ നിന്ന് കൊണ്ടുവരാൻ കൊടുക്കും. കുഞ്ഞോ അതെ ഇതല്ലേ? ഇല്ല കുഞ്ഞു ചാച്ചയുടെ ഗ്ലാസ് മേടിച്ചോണ്ട് വാ. അവൻ ടിവിക്കകത്ത. എനിക്കാണോ? താങ്ക് യു. ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ആമേ. അമ്മ കൂടി അടിപൊളി. ജ്യൂസ് എങ്ങനെയുണ്ട് ഉണ്ടായിരുന്നു പിജിയുടെ ഇവിടെ? ഇച്ചിരി തണുപ്പൂടെ വേണം. ഞങ്ങളിപ്പോ ഇച്ചിരി ഇത് കുടിച്ചോ. ഞങ്ങൾ ഐസ് വെള്ളം കുടിച്ചു. ഐസ് ഇടണം. ഐസ് വെള്ളം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വേണം. ജ്യൂസ് കുടിക്കാൻ പല്ലൊന്ന് കാണിച്ച്. കുഞ്ഞാൻ ഇത് ഞങ്ങളുടെ സ്മാർട്ട് ബോയ് കേട്ടോ. എത്ര വയസ്സുണ്ട്? 82 ഉണ്ടോ? 28 82. 28 ആകണമെന്നുള്ള ആഗ്രഹത്തിലാണ്. കുഞ്ഞുവേ കറണ്ട് പോയോ? അല്ല, അത് ഫ്രിഡ്ജ് ഓഫ് ആക്കിയാൻ വേണ്ടിട്ടേക്കുവാ. 2 ഫ്രിഡ്ജും കണ്ടോ? കറണ്ട് ഉണ്ട്. അമ്മ ഓഫ് ആക്കിയിട്ടേക്കുന്നു. അപ്പോ സൂപ്പർ ജ്യൂസ്. കുറച്ച് വേണമെങ്കിൽ ചില ക്വാണ്ടിറ്റി കുറയ്ക്കാം അവനവന്റെ ഇഷ്ടം പോലെ. വേണമെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ അളവ് എനിക്ക് മതി. സൂപ്പർ. അപ്പൊ ശരി ഗൈസ്, എല്ലാവരും ഈ ജ്യൂസ് അടിച്ചു നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക കേട്ടോ. ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറിയാമ്മ ഡേവിഡിനും PG ഡേവിഡിനും വേണ്ടി ഒരു ലൈക്ക്. ഓക്കെ, ബൈ. God bless you all.